28 സപ്ലി എഴുതിച്ചിട്ടേ മോനെ ഞാൻ ഇവിടുന്ന് വിടും. എന്നെ കൊണ്ട് അത്രയും പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല ടീച്ചറെ. പഠിക്കടാ. പക്ഷെ പഠിക്കാൻ എന്റെ മനസ്സൊട്ട് സമ്മതിക്കുന്നില്ല ടീച്ചറെ. അതെന്താ? എന്റെ ശരിക്കുള്ള ഇൻട്രസ്റ്റ് ഇതിലൊന്നും അല്ല ടീച്ചറെ. എന്താ മോന്റെ ഇൻട്രസ്റ്റ്? ടീച്ചറിനെ വളച്ചതല്ല, എന്റെ ഇൻട്രസ്റ്റ് പറഞ്ഞതാ. എന്റെ ഇൻട്രസ്റ്റ് ശരിക്കും ഫോട്ടോഗ്രാഫിയില്ല. ഫോട്ടോഗ്രാഫിയോ? അത് നല്ലതാട്ടോ. നീ എന്തൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്? ഞാനെടുത്ത ഫോട്ടോസ് ഒക്കെ ടീച്ചർ കണ്ടാ പിന്നെ എന്നെ ടീച്ചർ വീട്ടിൽ പോലും കയറ്റത്തില്ല. അതെന്താടാ? അല്ല, എല്ലാം പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന ഫോട്ടോസാന്ന് പറഞ്ഞതാ. നിന്റെ ഫോണിൽ എടുത്തേ? എന്നാത്തിനാ ടീച്ചർ ഫോണിൽ എടുത്തേ? എന്നാ VPN എഴുതിയ ഫോൾഡർ മാത്രം ടീച്ചർ നോക്കണ്ട കേട്ടോ. അതെന്താടാ? അത് ഞാൻ അന്താരാഷ്ട്ര ശാസ്ത്രമേളയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എടുത്ത കുറച്ച് പടങ്ങളുണ്ട് അതിനകത്ത്. എന്നാ ബാക്കി പിക്സ് നോക്കാം കേട്ടോ. ഇതെന്താടാ? സൂര്യൻ. അപ്പൊ ഇത് ചന്ദ്രൻ. അപ്പൊ ഇതോ? മരം. നിന്റെ കഴിവ്. ഞാനൊരു കഴിവില്ലാത്തൊരു മരം എഴുതിയ ടീച്ചർ. അപ്പൊ നിന്റെ ലൈഫിൽ ഒരു ഗോൾ പോലും ഇല്ലേ? സീരിയസായിട്ട് പഠിച്ചാൽ ജയിക്കും. അത് ടീച്ചറെ, ഞാൻ എപ്പോൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നാലും എനിക്ക് അപ്പോൾ ഉറക്കം വരും. അപ്പൊ ഫോൺ തുറക്കുമ്പോ ഉറക്കം വരില്ലേ? അതെന്റെ ഇൻട്രസ്റ്റാ ടീച്ചറെ. ഫോണാണ് നാളത്തെ ഫ്യൂച്ചർ. ശരിക്കും എന്റെ ഇൻട്രസ്റ്റ് എന്താണെന്നറിയോ? എന്താ? കണ്ടന്റ് ക്രിയേഷൻ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ വീട്ടുകാർ വേണം നിന്റെ കഴിവ് മനസ്സിലാക്കി നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ. ടീച്ചർക്ക് എന്റെ ഇൻട്രസ്റ്റ് മനസ്സിലായല്ലോ, എനിക്കത് മതി. ഏതൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാ നിനക്ക് ഇഷ്ടം? അമേരിക്കയിൽ ഒരു മുട്ടത്തലയും ചേട്ടനുണ്ട്. ആ ചേട്ടൻ ഉണ്ടാക്കുന്ന പോലത്തെ കണ്ടന്റ്സ് ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം. അമേരിക്കയിലെ ആ ജോണി ചേട്ടനാണോ? അയ്യോ, ടീച്ചർ അറിയോ? ഇരുന്ന് പഠിക്കടാ, ഇല്ലെങ്കിൽ നിന്റെ മുട്ടുകാലിയും തല്ലി ഓടിക്കും. അവന്റെ ഒരു ക്രിയേറ്റർ. അമേരിക്കയിലെ ജോണി ചേട്ടനെ ടീച്ചർക്ക് അറിയാമല്ലയോ? അതുപോലെ പഠിക്കാം.